മക്കളെ, എല്ലാവർക്കും മാഷം ടീച്ചറിന്റെ മറ്റൊരു പുതിയൊരു ക്ലാസ്സിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ അതാ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻസ് ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മുടെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ കാണുക കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഗണിതത്തിലെ ആദ്യത്തെ പാഠഭാഗങ്ങളാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കറിയാം, നമ്മുടെ പരീക്ഷയ്ക്ക് മലയാളവും അതുപോലെ തന്നെ ഗണിതവും രണ്ടും കൂടി ചേർത്തിട്ട് ഉദ്ഗ്രഥിതം 1ാം ദിവസം 2ാം ദിവസം 3ാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരൂ കേട്ടോ. അപ്പൊ മലയാളവും ഗണിതവും ഒന്നിച്ചായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. അപ്പൊ നോക്കിക്കേ, നമ്മൾ മലയാളം ആദ്യം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഗണിതത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ഗണിതത്തിൽ കണ്ടുവരുന്ന, അതായത് നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്ന് കണ്ടുവരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ ഇപ്പൊ 2 കൂട്ടുകാരുണ്ട്, മിനി അമ്മു കേട്ടോ. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്തു, അവരുടെ വീട്ടിൽ നിന്ന് അച്ഛൻ എന്ത് ചെയ്തു, അവർക്ക് സമ്മാനം മേടിക്കാൻ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു, കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ അവരുടെ കയ്യിലുള്ള നോട്ടുകളുടെയും അതുപോലെ തന്നെ നാണയങ്ങളുടെയും ചിത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ചിത്രങ്ങൾ നോക്കിയിട്ട് മക്കൾ എന്ത് കണ്ടെത്തണം, ഓരോരുത്തരുടെയും കൈവശമുള്ള ആകെ തുക എത്രയാണെന്ന് മക്കൾ കണ്ടെത്തണം. നമ്മൾ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. നോക്കിക്കേ മക്കളെ, നമ്മുടെ മിനിയുടെ കയ്യിൽ 10 രൂപ നോട്ടുകളും അതുപോലെ തന്നെ 1 രൂപയുടെ നാണയങ്ങളുമാണ് ഉള്ളത് കേട്ടോ. അമ്മുവിന്റെ കയ്യിലും അതുപോലെ തന്നെയാണ് 10ന്റെ നോട്ടുകളുണ്ട്, അതുപോലെ തന്നെ 1 രൂപ നാണയങ്ങളുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഓരോരുത്തരുടെയും കൈവശമുള്ള ആകെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നോക്കൂ, നമ്മുടെ മിനിയുടെ കയ്യിൽ 10 രൂപയുടെ എത്ര നോട്ടുകളുണ്ട്? 1, 2, 3 നോട്ടുകൾ ഉണ്ട് അല്ലെ. 3 പത്തുകളാണ് ഉള്ളത്. നമുക്കറിയാം 3 പത്തുകൾ ചേർന്നാൽ എത്ര രൂപയാണ്? 30 രൂപയാണ് അല്ലെ. ഓക്കെ, കഴിഞ്ഞോ? ഇവിടെ 30 എന്നാണോ നമ്മൾ എഴുതേണ്ടത്? അല്ല അല്ലെ. ഇനി നമ്മുടെ മിനിയുടെ കയ്യിൽ എന്ത് കൂടിയുണ്ട്? 1 രൂപ നാണയങ്ങൾ കൂടിയുണ്ട്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. 3 1 രൂപ നാണയങ്ങൾ ചേർന്നാൽ നമുക്കറിയാം എത്ര രൂപയാണ്? 3 രൂപയാണ് അല്ലെ. അപ്പൊ 3 10 30ഉം അതുപോലെ തന്നെ 3 1 രൂപ നാണയങ്ങൾ ചേർന്ന് 3ഉം കൂടി ചേർന്നാൽ മൊത്തം എത്ര രൂപയായി മക്കളെ? 33 രൂപയാണ് നമ്മുടെ മിനിയുടെ കൈവശം ഉള്ളത് അല്ലെ. ഓക്കെ, അതേ രീതിയിൽ ഇനി അമ്മുവിന്റെ നമുക്കൊന്ന് കണ്ടെത്താം. മക്കളൊന്ന് സ്വയം കണ്ടെത്തി നോക്കിക്കേ. അമ്മുവിന്റെ കൈവശം 2 10 രൂപ നോട്ടുകളുണ്ട്, അതുപോലെ തന്നെ 3 1 രൂപ നാണയങ്ങളും ഉണ്ട്. അപ്പൊ മൊത്തം എത്ര രൂപയാണ്? 23 രൂപയാണ്. എത്ര രൂപ ഉണ്ടായിരിക്കും? 23 രൂപ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ആദ്യത്തെ പണിയോടെ കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ആരുടെ കൈവശമാണ് കൂടുതൽ തുകയുള്ളത്? ആരുടെ കൈവശമാണ് കൂടുതൽ രൂപയുള്ളത്? ആരുടെ കൈവശമാണ്? 33 ആണോ കൂടുതൽ, 23 ആണോ കൂടുതൽ? 33 ആണ് കൂടുതൽ അല്ലെ. അപ്പൊ നമ്മുടെ മിനിയുടെ കയ്യിലാണ് കൂടുതൽ തുകയുള്ളത്. ഓക്കെ, ഇനിയിപ്പോ നേരെ മറിച്ച് നമ്മുടെ കുറവാണ് ചോദിക്കുന്നതെങ്കിൽ ആരുടെതാണ് കുറവ്? അമ്മുവിൻ്റെതാണ് കുറവ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ അമ്മുവിൻ്റെയും അതുപോലെ തന്നെ മിനിയുടെയും രണ്ടുപേരുടെയും കയ്യിലുള്ള ആകെ തുക, അതായത് അമ്മുവിന്റെ കയ്യിലുള്ള പൈസയും മിനിയുടെ കയ്യിലുള്ള പൈസയും കൂടി കൂട്ടിയാൽ, രണ്ടും കൂടി ചേർത്താൽ നമുക്ക് ആകെ കിട്ടുന്നത് എത്ര രൂപയായിരിക്കും? അപ്പൊ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ കൂട്ടാനൊക്കെ മക്കൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. എത്ര രൂപ കിട്ടും മക്കളെ നമുക്ക്? 33 പ്ലസ് 23 ആണ് അല്ലെ. എത്ര കിട്ടും നമുക്ക്? 56 രൂപ എന്ന് കിട്ടും. അപ്പൊ മക്കൾ ഏത് രീതിയിലാണോ കൂട്ടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ എഴുതി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യും. അപ്പൊ മക്കൾ ഏത് രീതിയിലാണോ പഠിച്ചത്, അപ്പൊ അതേ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെയും കൈവശം കൂടി ആകെ എത്ര ഉണ്ടായിരിക്കും? 56 രൂപയായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നല്ലോ. ഓക്കെ മക്കളെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കിക്കേ. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരിക്കും, ഒരു സംഖ്യ തന്നിട്ട് അതിന് വിവിധ രീതിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് എഴുതാനായിട്ടുണ്ടായിരിക്കും. നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് തന്നിട്ടുള്ള സംഖ്യ ഏതാണ്? 19 ആണ് തന്നിട്ടുള്ളത് അല്ലെ. എത്രയാണ് തന്നിട്ടുള്ളത്? 19 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിന് വിവിധ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അതിന് നമുക്ക് കുറച്ച് ക്ലൂകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ചിലപ്പം എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് തരൂ കേട്ടോ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കേ മക്കളെ, എത്രയോ ഒരു ഒന്നുകൾ ചേർന്നതാണ് 19. എത്ര ഒന്നുകൾ ചേർന്നതാണ് 19? എത്ര ഒന്നുകളാണ്? 19 ഒന്നുകൾ ചേർന്നാലാണ് എത്ര കിട്ടുക നമുക്ക്? 19 എന്ന് കിട്ടുക അല്ലെ. അടുത്ത നോക്കിക്കേ മക്കളെ, എത്രയോ ഒരു 10ഉം അതുപോലെ തന്നെ എത്രയോ ഒന്നുമാണ് ഈ ഒരു സംഖ്യയിലുള്ളത്. എത്ര 10 ആണ് 19-ലുള്ളത്? നോക്കിക്കേ, ഒരു 10 ആണുള്ളത് അല്ലെ. എത്ര ഒന്നുകളാണുള്ളത്? 9 ഒന്നുകളാണുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, അടുത്ത നോക്കിക്കേ മക്കളെ, 5 + 10
പ്ലസ് എത്ര 5 പ്ലസ് 10 പ്ലസ് എത്ര ചേർത്താലാണ് 19 കിട്ടുക? നോക്കിക്കേ മക്കളെ, 10ഉം 5ഉം കൂടി ചേർന്നാൽ തന്നെ എത്രയാ മക്കളെ? 15 ആയില്ലേ? 15ലോട്ട് എത്ര ചേർത്താലാണ് നമുക്ക് 19 കിട്ടുക? 4 കൂടി ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? 19 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഒരു സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ അവിടെ യാതൊരു സംഖ്യകളും യാതൊരു സൂചനകളും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ മക്കൾ എന്ത് എഴുതണം? അവിടെ നിങ്ങൾ സ്വയം കണ്ടെത്തിയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഏതോ 2 സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് 19 എന്ന് കിട്ടും. ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാലേ കിട്ടുക? പല രീതിയിൽ ചെയ്യാം അല്ലെ? നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളത് 10 9 10ഉം 9ഉം ചേർത്താൽ എത്രയാണ്? 19 എന്ന് കിട്ടും അല്ലെ? അല്ലെങ്കിൽ 11ഉം 8ഉം ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 19 എന്ന് കിട്ടും അല്ലെ? അപ്പൊ മക്കൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത്? ഏത് സംഖ്യകൾ തമ്മിൽ ചേർക്കുമ്പോഴാണ് 19 കിട്ടുക എന്ന് തോന്നുന്നത് വെച്ചാൽ മക്കൾ അതേ രീതിയിൽ എഴുതുക. ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പ്രവർത്തനവും നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പാഠഭാഗത്ത് ഇതുപോലെ ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. 2 അക്ക സംഖ്യകൾ തരികയാണെങ്കിൽ അതിൽ എത്ര 10കളുണ്ട്, അതിൽ എത്ര 1കളുണ്ട് എന്നുള്ളതൊക്കെ കണ്ടെത്തി എഴുതാനായിട്ട് മക്കള് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഒരു പട്ടിക തരും, എന്നിട്ട് ആ ഒരു പട്ടിക പൂർത്തീകരിച്ച് എഴുതാനായിട്ട് പറയും കേട്ടോ. നോക്കിക്കാം മക്കളെ, ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കുറച്ച് പഴങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ പഴങ്ങളുടെ കൂട്ടങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. മാങ്ങയാണ് ആദ്യം തന്നിട്ടുള്ളത്. മാങ്ങയുടെ 10ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്, 1ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ പേരയ്ക്ക, പഴം എന്നിങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രവർത്തനത്തിൽ പറഞ്ഞ പോലെ തന്നെ 10കളും 1കളും വെച്ചിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള ഒരു ചോദ്യമാണിത്. ഇതുപോലെ ഓരോ പഴക്കൂട്ടം എത്രയാണ്, എന്നിട്ട് ഈ ഒരു പട്ടിക തന്നിട്ട് ഏറ്റവും കൂടുതലുള്ള കൂട്ടം ഏതാണ്, ഏറ്റവും കുറവുള്ള കൂട്ടം ഏതാണ്, ഈ തന്നിട്ടുള്ള കൂട്ടങ്ങളുടെ എണ്ണത്തെ അവയുടെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള ക്രമത്തിൽ ക്രമപ്പെടുത്തി എഴുതാനൊക്കെ നമുക്ക് ചോദിക്കാം. ഇവിടെ ടീച്ചർ ഒരു 3 ഐറ്റംസേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഒരു 4ഓ 5ഓ വരുന്ന കുറച്ച് വലിയൊരു പട്ടിക തരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ഇവിടെ നമുക്ക് മാങ്ങയാണ് ആദ്യം തന്നിട്ടുള്ളത് അല്ലെ? മാങ്ങയുടെ 10ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്? 3 കൂട്ടങ്ങളാണുള്ളത്. 1ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്? 2 കൂട്ടങ്ങളേ ഉള്ളൂ അല്ലെ? എങ്കിൽ ആകെ എത്ര മാങ്ങ ഉണ്ടായിരിക്കും? 3 10ഉം 2 1കളും ചേർന്നാൽ നമുക്കറിയാം എത്രയാണ് മക്കളെ? 32 എന്ന് കിട്ടൂ അല്ലെ? അടുത്ത് നോക്കിക്കേ മക്കളെ, പേരക്കയുടെ 10 കൂട്ടങ്ങൾ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. 1ന്റെ കൂട്ടങ്ങൾ എത്രയാണെന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ആകെ 28 പേരക്ക ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ എത്ര 10ന്റെ കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും? എത്ര 1ന്റെ കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും? നമുക്കറിയാലോ 28 ആണ്. അപ്പൊ 2 10ന്റെ കൂട്ടങ്ങളും 8 1കളും ആണ് ഉണ്ടാവുക അല്ലെ? 8 1കളുടെ കൂട്ടവുമാണ് ഉണ്ടായിരിക്കുക. അടുത്തത് ഏതാണ്? പഴമാണ് അല്ലെ? പഴത്തിന്റെ നമുക്ക് 10കളുടെ കൂട്ടവും 1ന്റെ കൂട്ടവും തന്നിട്ടുണ്ട്, പക്ഷെ ആകെ എത്രയാണെന്ന് തന്നിട്ടില്ല. നോക്കിക്കേ മക്കളെ, 10കളുടെ കൂട്ടം എത്രയുണ്ട്? 3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 3 10കൾ ചേർന്നാൽ 30 ആണെന്ന് നമുക്കറിയാം. ഇനി 1കൾ നോക്കിക്കേ, 1കൾ ഉണ്ടോ? 1കൾ ഒറ്റ ഒന്നും ഇല്ല അല്ലെ? 0 ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പഴം ഉണ്ടായിരിക്കും? 3 10കൾ ചേർന്നാൽ 30 ആണെന്ന് നമുക്കറിയാം അല്ലെ? 30 എന്ന് കിട്ടി. ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഓരോ കൂട്ടം പഴങ്ങളും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ഇതിൽ നിന്ന് വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ എണ്ണമുള്ള മാമ്പഴം ഏത്, ഏറ്റവും കൂടുതൽ എണ്ണമുള്ള പഴം ഏത് എന്ന് ചോദിക്കും. ഏത് കൂട്ടമാണ്? നമ്മുടെ മാങ്ങയുടെ കൂട്ടമാണ് അല്ലെ? 32 ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതലുള്ള പഴത്തിന്റെ കൂട്ടം ഏതാണ്? നമ്മുടെ മാങ്ങയുടെ കൂട്ടാണ് അല്ലെ? ഇനി ഏറ്റവും കുറവുള്ളത് ചോദിച്ചാൽ ഏതാണ്? പേരയ്ക്കാണ്. ആകെ 28 എണ്ണ ഏറ്റവും 28 എണ്ണയുള്ളൂ. അതാണ് എന്ത്? ഏറ്റവും കുറവ് എണ്ണമുള്ള പഴങ്ങളുടെ കൂട്ടം. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പഴങ്ങളുടെ അവയുടെ എണ്ണത്തിനനുസരിച്ച് ചെറുതിൽ നിന്ന് വലുതിലോട്ട് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതണം. അപ്പം ഏറ്റവും കുറവുള്ള പഴത്തെ ആദ്യം എഴുതണം, അത് കഴിഞ്ഞിട്ടുള്ളതിന് രണ്ടാമതായിട്ട് എഴുതണം, പിന്നെ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള പഴത്തെ നമ്മൾ ഏറ്റവും അവസാനവും എഴുതണം അല്ലെ? അപ്പൊ ആദ്യം ഏത് വരും? നമുക്കറിയാം 28. പേരയ്ക്കാണ് ഏറ്റവും കുറവുള്ളത്, അത് ആദ്യം എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം പഴമാണ് 30 എണ്ണം, അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്? മാങ്ങയാണ് അല്ലെ? 32 എണ്ണം. അപ്പൊ ഇതേ രീതിയിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ക്രമപ്പെടുത്തി എഴുതാനായിട്ട് പറയും. അല്ലെങ്കിൽ നേരെ തിരിച്ചും വരാം, അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് ക്രമപ്പെടുത്തി എഴുതാനായിട്ടും വരാം. അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു പട്ടിക തന്നിട്ട് ക്രമപ്പെടുത്താനായിട്ട് പറയും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു കാര്യം മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കളുടെ ആദ്യ പാഠഭാഗത്തിൽ നിന്ന് മക്കൾ പ്രത്യേകിച്ച് പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരുടെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, മലയാളവും ഗണിതവും ഒന്നിച്ചാണ് നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കുക, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? രണ്ടും ഒരുപോലെ തന്നെ പഠിക്കുക കേട്ടോ.
ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഗണിതത്തിൽ ആദ്യ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. കൂട്ടുകാരുടെ മറ്റ് വിഷയങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് പാഠഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള റിവിഷൻ ക്ലാസ്സസ് ടീച്ചർ പതിയെ ഇടും കേട്ടോ. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് എല്ലാ ക്ലാസ്സും കാണുക, എന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറാവുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.